യുഎഇയിലെ ഫുജൈറ ഇൻകാസ് സ്റ്റേറ്റ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി അക്കാദമിക് എക്സലൻസ് എന്ന വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ചാണ്ടി ഉമ്മൻ എംഎൽഎ മുഖ്യാതിഥിയായി. ഇതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പ്രഥമ മീഡിയ എക്സലൻസ് പുരസ്കാരം ജയ്ഹിന്ദ് ടിവിയുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാറിനെ സമ്മാനിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യുഎഇയിലെ ഫുജൈറയിൽ 2010 മുതൽ നടന്നുവരുന്ന വിദ്യാഭ്യാസ അവാർഡ്ദാന ചടങ്ങാണിത്. എന്നാൽ 2024 മുതൽ ഇനി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് അവാർഡ് ദാനം അറിയപ്പെടുക. ഫുജൈറ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി ആദരിച്ചു. ചാണ്ടി ഉമ്മൻ എംഎൽഎ മുഖ്യാതിഥിയായി. ഇവിടെ നിങ്ങളെ ആദരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ വിജയം നേടി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഞാൻ കാണുന്നൊരു കാര്യം, വിജയത്തിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് ലയിച്ചു പോകരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജയത്തിൽ അഹങ്കരിക്കാതെയും തോൽവിയിൽ തളരാതെയും, നമുക്ക് തോൽവിയിൽ നമ്മളെ തളർത്തേണ്ട കാര്യമില്ല. തോൽവിയിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ തോറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വ്യക്തി തോറ്റിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് മഹാത്മാഗാന്ധി. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പ്രഥമ മീഡിയ എക്സലൻസ് പുരസ്കാരം ജയ്ഹിന്ദ് ടിവിയുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാറിന് സമ്മാനിച്ചു. കഴിഞ്ഞ 16 വർഷത്തിലധികമായി ജയ്ഹിന്ദ് ടിവിയിലൂടെ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്ക് എന്ന വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടി അവതരിപ്പിച്ച് 815 എപ്പിസോഡുകൾ പൂർത്തീകരിച്ച റെക്കോർഡ് നേട്ടത്തിനാണ് ആദരം നൽകിയത്. ചാണ്ടി ഉമ്മൻ ഉപഹാരം സമ്മാനിച്ചു. ഇൻകാസ് ഫുജൈറ പ്രസിഡന്റ് ജോജു മാത്യു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സൗമ്യ സരിൻ, ഇൻകാസ് യുഎഇ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അസീസ്, യുഎഇ ഇൻകാസ് ജനറൽ സെക്രട്ടറിമാരായ കെ.സി. അബൂബക്കർ, സഞ്ജു പിള്ള, യുഎഇ വൈസ് പ്രസിഡന്റ് ബി. അശോക് കുമാർ, യുഎഇ കെഎംസിസി പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. ബിസിനസ് മേഖലയിൽ മികവ് തെളിയിച്ച സജി ചെറിയാൻ, ഡോക്ടർ പോൾ പ്രഭാകർ, നൈനാൻ ജോർജ്, സുൽഫിക്കർ എന്നിവരെയും ആദരിച്ചു. വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.